ഹല്ലേലൂയ. ഗ്രേസ് വീഡിയോസ് പേജിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോമൻസ് 3:10 ഇങ്ങനെ പറയുന്നത്, നീതിമാൻ ഒരുവൻ പോലുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പം ഈ ഒരു വാക്ക് പുതിയ നിയമത്തിനകത്താണ് നമ്മൾ കേൾക്കുന്നത്. നീതിമാൻ ഒരുവൻ പോലുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതെന്തോ പറയുന്നത്, നമ്മൾ ഇന്നും അപ്പം നീതിമാന്മാരല്ലേ, അപ്പം നമ്മളിന്ന് പാപികളാണോ? ആക്ച്വലി പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം എഴുതുമ്പോൾ വാസ്തവത്തിൽ പഴയ അവസ്ഥയെക്കുറിച്ച് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതായിരുന്നു യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി ആകുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥ. കാരണം ഒരു വ്യക്തി പോലും തൻ്റെ ബലത്തിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ അവർക്കെത്താൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം, ദൈവം കൊടുത്ത ലോ അനുസരിച്ച് ഒരു വ്യക്തിക്ക് പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായി നിൽക്കാൻ യോഗ്യതയില്ല, അത് പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു. ദൈവത്തിൻ്റെ ലോ മുഴുവൻ തൻ്റെ ജീവിതത്തിലൂടെ അതിനെ നിവർത്തിച്ചു, അതിനെ ഫുൾഫിൽ ചെയ്തു. അതാണ് കർത്താവ് ക്രൂശിൽ വെച്ച് പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ വാസ് ദ ഡിമാൻഡ് ഓഫ് ഗോഡ്, എന്തൊക്കെയായിരുന്നു ദൈവത്തിൻ്റെ ഡിമാൻഡ്, അത് മുഴുവൻ യേശു ക്രൂശിൽ നിവർത്തിച്ചു. ഇതാ ഞാൻ സകലതും നിവർത്തിച്ചിരിക്കുന്നു. സോ ഇന്ന് യേശു ക്രിസ്തുവിൽ ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ദൈവം ന്യായപ്രമാണം കൂടാതെ, ന്യായപ്രമാണം ഇല്ലാതെ തന്നെ, ദൈവത്തിൻ്റെ ലോ ഇല്ലാതെ തന്നെ സൗജന്യമായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ ദൈവം ഇന്ന് നീതീകരിക്കാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊന്നും ചെയ്യണ്ട, യേശുവിൽ വിശ്വസിക്കുന്ന ഒറ്റ കാരണത്താൽ ദൈവം നമ്മെ നീതീകരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് മുഴുവൻ റിലീജിയസ് മൈൻഡ് സെറ്റും ബ്രേക്ക് ആകുന്നത്. റിലീജിയൻ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ, നിങ്ങൾ ഇങ്ങനെ നടക്കണം, ഇങ്ങോട്ട് പോകണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. ഇതാണ് റിലീജിയൻ നമ്മൾ പഠിപ്പിക്കുന്നത്. ഡൂസ മൊത്തം ചെയ്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാപം, ദൈവത്തിൻ്റെ കോപം നിന്റെ മേൽ വന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. പക്ഷെ വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഒറ്റ പ്രവൃത്തി കാരണം, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അത് വിശ്വസിക്കുന്ന നമുക്ക് ഇന്ന് ഒരു രീതിയിലുള്ള ഒരു പ്രശ്നവുമില്ല, ഒരു രീതിയിലുള്ള ഒരു കുഴപ്പമില്ല. സൗജന്യമായി യേശുവിൽ വിശ്വസിക്കുന്ന കാരണത്താൽ ദൈവം നമ്മെ നീതീകരിച്ചിരിക്കുകയാണ് ഇന്ന്. സോ ഇന്ന് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നോ? ദൈവം നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നത്, യു ആർ മൈ റൈച്ചസ്. നമ്മളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്ന കാരണത്താൽ ദൈവത്തിൻ്റെ നീതിമാന്മാരാണ്. നമ്മളൊന്നും ചെയ്യണ്ട, യേശു നമുക്ക് വേണ്ടി ചെയ്തു. അപ്പം നമ്മൾ ചോദിക്കും, ഞാൻ ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് ഞാൻ നീതിമാനാകുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശു ക്രിസ്തു എന്ത് ചെയ്തിട്ടാണ് അവൻ പാപിയായത്? കർത്താവ് എന്തെല്ലാം പാപം ചെയ്തിട്ടാണോ പാപിയായത്? നോ, ആക്ച്വലി അവൻ നമ്മുടെ പാപത്തെ സ്വീകരിക്കുകയായിരുന്നു. അവൻ്റെ മേലെ ആ പാപം ഇമ്പാർട്ട് ചെയ്യപ്പെടുമായിരുന്നു. ഇതുപോലെ തന്നെ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ നീതി ചെയ്തിട്ടല്ല നീതി കിട്ടുന്നത്, അവൻ്റെ നീതി നമ്മുടെ മേൽ ഇമ്പാർട്ടഡ് ആകുകയാണ്. സോ ഇന്ന് നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നു? എത്ര പേര് ഇന്നതിനെ സ്വീകരിക്കുന്നു? യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം യേശുവിൻ്റെ നീതിയെ നമ്മുടെ മേൽ ഇമ്പാർട്ട് ചെയ്യുവാണ്. സോ വി ഹാവ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഹിംസെൽഫ്. ദൈവത്തിൻ്റെ അതേ നീതിയാണ് യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് നമ്മൾ പാപിയ, ഏഴയ, കൃമിയ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഇന്ന് ഡിക്ലെയർ ചെയ്യേണ്ടത്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ നീതിമാനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ഹല്ലേലൂയ. ഇന്ന് നീതിമാൻ്റെ മേലാണ് മുഴുവൻ അനുഗ്രഹവും ദൈവം ഇട്ടിരിക്കുന്നത്. നീതിമാൻ്റെ മേലാണ് കൃപ വാഴ്ച നടത്തുന്നതെന്നാണ് റോമൻസ് പറയുന്നത്. സോ ഇന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പാപിയല്ല, നിങ്ങൾ യേശുവിൽ നീതിമാന്മാരാണ്. ഒന്ന് പറഞ്ഞ്, ഞാൻ യേശുവിൻ്റെ നീതിമാനാണ്. ഈ വചനത്തിൻ്റെ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹത്തിൽ നടത്തട്ടെ. ആമേൻ.